നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 സമ്പൂർണ്ണ നക്ഷത്രഫലം നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഓരോരോ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നാം അവതരിപ്പിക്കുന്നത്. കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന 2026 ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തെയാണ്. നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും ദാമ്പത്യം, കുടുംബം തുടങ്ങിയ അവസ്ഥകളെ ഒന്ന് പരിശോധിക്കാം. ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് 2026 രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ഒക്കെ ഏതാണ്ട് ഗുണപരമായിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടിയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ 2026 മേടക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബം, ദാമ്പത്യം, വിവാഹ ജീവിതം എന്നീ കാര്യങ്ങളിൽ അനുകൂല വർഷമായിരിക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് 2026 തുലാക്കൂറുകാർക്ക് കുടുംബം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നീ കാര്യങ്ങൾ എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശ്യാധിപൻ ശുക്രൻ, ഏഴാം ഭാവാധിപൻ ചൊവ്വ, നാലാം ഭാവാധിപൻ സൂര്യൻ, അഞ്ചാം ഭാവാധിപൻ ബുധൻ എന്നിവരുടെയൊക്കെ ഗ്രഹസ്ഥിതി അനുകൂലമായിരിക്കും. വ്യാഴം വർഷത്തിന്റെ രണ്ടാം പകുതി അഥവാ ജൂൺ 2 തീയതി മുതൽ മൂന്നാം ഭാവത്തിലേക്ക് മാറുകയും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരികയും ചെയ്യും. ആ സമയത്ത് വിവാഹമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ടാകും. ദാമ്പത്യ ജീവിത കാര്യത്തിലും കുടുംബപരമായിട്ടുള്ള അവസ്ഥയിലുമൊക്കെ വർഷം മുഴുവൻ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല വർഷമാണ്. പൊതുവെ ഇടവക്കൂറുകാർക്ക് 2026 ദാമ്പത്യപരമായിട്ടും കുടുംബപരമായിട്ടും വിവാഹ ജീവിതത്തിലുമൊക്കെ അനുകൂല വർഷമാണ് എന്ന് പറയാം. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2026 കുടുംബം, വിവാഹം, ദാമ്പത്യം എന്നീ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള ബുധനെ കൂടാതെ 4, 5, 7 എന്നീ ഭാവങ്ങളിലെ ഭാവാധിപന്മാരുടെയൊക്കെ ബലമനുസരിച്ച് അത്യാവശ്യം നല്ല ഫലങ്ങൾ നൽകുന്ന വർഷമായിരിക്കും 2026. ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴത്തിന്റെ ദൃഷ്ടി അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഒക്കെ ഉണ്ടാകും. അതായത് വിവാഹം, കുടുംബം, ദാമ്പത്യ ജീവിതം എന്നീ കാര്യങ്ങളിൽ നല്ല ഭാഗ്യാനുഭവങ്ങൾ മിഥുനക്കൂറുകാർക്ക് ലഭിക്കുമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടന്ന വിവാഹം പുനഃസ്ഥാപിക്കാനും ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാനും ഒക്കെ 2026 സാഹചര്യമുണ്ടാകും. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ കുടുംബം, വിവാഹം, ദാമ്പത്യം എന്നീ കാര്യങ്ങളുടെ അവസ്ഥയൊന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള ചന്ദ്രനെ കൂടാതെ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, അഞ്ചാം ഭാവാധിപൻ ചൊവ്വ, ഏഴാം ഭാവാധിപൻ ശനി എന്നീ ഗ്രഹങ്ങളൊക്കെ അത്യാവശ്യം അനുകൂല ഫലങ്ങളെ നൽകുന്ന വർഷമാണ്. ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വിവാഹ ജീവിതത്തിൽ അനുകൂല ഫലങ്ങളെ സൃഷ്ടിച്ചേക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെയൊക്കെ മാറ്റി വിവാഹ ജീവിതത്തിൽ വിവാഹം നടക്കുന്നതിനും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിനും കുടുംബപരമായിട്ട് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമൊക്കെ സാഹചര്യം സൃഷ്ടിക്കും. പൊതുവെ 2026 കർക്കിടകക്കൂറുകാർക്ക് വിവാഹം, കുടുംബം, ദാമ്പത്യ ജീവിതം എന്നീ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ 2026 കുടുംബം, ദാമ്പത്യം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ മികച്ച ഫലം നൽകുന്ന വർഷമാണ്. അഞ്ചാം ഭാവാധിപനായിട്ടുള്ള വ്യാഴവും വർഷാദ്യം ജൂൺ 2 വരെ അനുകൂല ഭാവത്തിലാണ്. അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയും ഉണ്ടാകും. എന്നാൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ്. അതുകൂടാതെ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഒക്കെ വിള്ളലുകളോ അല്ലെങ്കിൽ കലഹമോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക. വിദേശ യോഗമുള്ളവർക്കൊക്കെ അത് ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ നാട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നവരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാകാതെ ശ്രദ്ധിക്കുക. കൂടാതെ രണ്ടാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ കുടുംബാംഗങ്ങളുമായി സമരസപ്പെട്ടു പോകാനുള്ള ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. 2026 ചിങ്ങക്കൂറുകാർക്ക് മികച്ച വർഷമായിരിക്കുമെങ്കിൽ പോലും കുടുംബം, ദാമ്പത്യം, വിവാഹ ജീവിതം തുടങ്ങിയ കാര്യങ്ങളിൽ ചിങ്ങക്കൂറുകാർ നല്ല ശ്രദ്ധ, ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2026 കുടുംബം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നീ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത്
ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കുറുകാരെ സംബന്ധിച്ച് ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തിനും മറ്റും കാലതാമസം ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അലസതയും മടിയും ഒഴിവാക്കി നല്ല മികച്ച മനസ്സാന്നിധ്യത്തോടുകൂടി എല്ലാ കാര്യത്തിലും പെരുമാറുക. എന്നാൽ എല്ലായ്പ്പോഴും വ്യാഴത്തിന്റെ ഒരു ദൈവാധീനം കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ ചെലുത്തുന്ന പക്ഷം ദാമ്പത്യ ജീവിതത്തിൽ മികച്ച അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കണ്ടകശനിയാണ്. വിദേശത്തുമൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല. എന്നിരുന്നാലും നാട്ടിൽ ജോലി ചെയ്യുന്ന ഭാര്യയുമായിട്ട് ഒന്നിച്ചു കഴിയുന്നവർ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2026 കുടുംബം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നീ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് വ്യാഴം 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ സമീപിക്കാനായിട്ട് സാധിക്കും. കൂടാതെ മറ്റ് ഭാവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 2026 അനുകൂല വർഷമായിരിക്കും. കുടുംബ ജീവിതം, ദാമ്പത്യ ജീവിതം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തുടരാനുള്ള സാഹചര്യമുണ്ട്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2026 കുടുംബം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നീ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 5ാം ഭാവത്തിൽ ശനിയുണ്ട്. വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. എന്നിരുന്നാലും ജൂൺ 2-ന് ശേഷം വ്യാഴത്തിന്റെ അനുകൂല മാറ്റവും 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രന്റെ വർഷം മുഴുവനുള്ള അനുകൂല സ്ഥിതിയും ഒക്കെ സാമാന്യത്തിൽ അധികമായിട്ടുള്ള നല്ല ശുഭഫലങ്ങൾ നൽകിയേക്കാം. ഈ വർഷം വിവാഹം നടക്കാനും നല്ല വിവാഹ ജീവിതം ലഭിക്കുവാനും ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധങ്ങൾ പുലർത്താനും ഒക്കെ വൃശ്ചികക്കൂറുകാർക്ക് സാധിക്കുന്ന വർഷം കൂടിയാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2026 വിവാഹം, കുടുംബം, ദാമ്പത്യ ജീവിതം എന്നിവ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് രാശിയാധിപനായിട്ടുള്ള വ്യാഴം ജൂൺ 2 വരെ 7ാം ഭാവത്തിലാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ചൊവ്വയും ശുക്രനും ഏതാണ്ട് അനുകൂലമായിട്ടുള്ള സ്ഥിതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ദാമ്പത്യം, കുടുംബം, വിവാഹ ജീവിതം എന്നിവയിലൊന്നും ധനുക്കൂറുകാരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പൊതുവെ പറഞ്ഞാൽ നല്ല വർഷമായിരിക്കും എന്ന് സാരം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2026 വിവാഹം, കുടുംബം, ദാമ്പത്യ ജീവിതം എന്നീ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാശിയാധിപനായിട്ടുള്ള ശനി 2ാം ഭാവത്തിലാണ്. ജൂൺ 2 മുതൽ വ്യാഴം 6ാം ഭാവത്തിലേക്ക് എത്തുന്നതും ജന്മരാശിയിൽ രാഹു നിൽക്കുന്നതും 7ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതും ഒക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. 7ാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥിതി കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി, മാതാപിതാക്കളുമായി ഒക്കെ കലഹിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം കുംഭക്കൂറുകാർ ഒഴിഞ്ഞു മാറുക. എന്നാൽ വിദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച്, ഭാര്യ ഭർത്താക്കന്മാർ അകന്നു കഴിയുന്നവരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയില്ല. എന്നിരുന്നാലും എല്ലാ കാര്യത്തിലും വാക്കും പ്രവൃത്തിയും ഒക്കെ കുംഭക്കൂറുകാർ നിയന്ത്രിക്കേണ്ടതാണ്. ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമം നടത്തുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2026 കുടുംബം, വിവാഹം, ദാമ്പത്യ ജീവിതം ഇവയൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം വർഷം മുഴുവൻ അനുകൂല ഭാവത്തിലാണ്. മറ്റ് ഗ്രഹങ്ങളെല്ലാം മീനക്കൂറുകാർക്ക് അനുകൂലമാണ്. എന്നിരുന്നാലും ശനിയുടെ ജന്മരാശിയിലെ സ്ഥിതി, 7ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി, ഇതൊക്കെ വിവാഹത്തെ തടസ്സപ്പെടുത്തിയേക്കാം. നിലവിൽ വിവാഹം കഴിഞ്ഞവർക്ക് ഇത് പ്രശ്നമല്ല എങ്കിൽ പോലും വിവാഹം ആലോചിക്കുന്നവർക്ക് അത് വിവാഹത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നിരുന്നാലും പൊതുവെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും 2026 മീനക്കൂറുകാരെ സംബന്ധിച്ച് നല്ല വർഷം തന്നെ ആയിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും 2026 കുടുംബം, ദാമ്പത്യം, വിവാഹ ജീവിതം എന്നീ കാര്യങ്ങളിൽ മികച്ച നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.